അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയും അതേപോലെ തന്നെ പ്രൈസ് P1 P2ലേക്കായി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തെയാണ് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി ഇൻഡസ്ട്രിയുടെയും ഫേമിൻ്റെയും കാര്യത്തിൽ എന്താണ് ഇൻഡസ്ട്രി എന്താ ഫേം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇൻഡസ്ട്രിയുടെയും ഫേമിൻ്റെയും കാര്യത്തിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം പൊസിഷൻ വരിക, എന്തൊക്കെ കണ്ടീഷൻസാണ് അതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ദ ഫേം റീച്ചസ് ഇക്വിലിബ്രിയം പൊസിഷൻ വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പോൾ പറയുന്നുണ്ട് ഒരു ഫേം എപ്പോഴും ഇക്വിലിബ്രിയം പറഞ്ഞ ആ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്നത്, ആ കോസ്റ്റും റവന്യൂവും ഈക്വൽ ആവുന്ന സമയത്താണ് ഇക്വിലിബ്രിയം ടച്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് എന്താണെന്നുള്ളത്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് കമ്മിങ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കും അല്ലേ. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണോ അഡീഷണൽ കോസ്റ്റ് വരുന്നത് അതാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മാക്സിമം നമുക്ക് കുട്ടികളെ ഒരു 60 കുട്ടികളെ വെച്ചിട്ട് പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക സപ്പോസ്. ഓക്കെ, 60 കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ടീച്ചർ എന്തായാലും എൻഗേജ് ആവണം അല്ലേ. 60 കുട്ടികൾക്ക് സീറ്റിംഗ് കപ്പാസിറ്റി വേണം, ഫാൻ വേണം, ലൈറ്റ് വേണം, അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസും വേണം അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി 60 ആണെങ്കിൽ 60-ൽ കൂടുതൽ ഒരാൾ വെക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, നമ്മൾ വേറെ ക്ലാസ്സിൽ കൊണ്ടുവരുത്തേണ്ടി വരും. അപ്പോൾ അവിടേക്ക് വേറൊരു ടീച്ചറെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ എന്താണ് 60 വരെ നമുക്ക് ഒരേ കോസ്റ്റ്, ഒരു ടീച്ചറുടെ കോസ്റ്റ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ കോസ്റ്റേ വരികയുള്ളൂ. 61ാമൻ ഒരാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, വേറെ ഒരു സ്ഥലവും ഇതേ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതാണ് വൺ അഡീഷണൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണോ അഡീഷണൽ കോസ്റ്റ് വന്നത് അതാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇനി മാർജിനൽ റവന്യൂ എന്താ? മാർജിനൽ റവന്യൂ ഈസ് ദ റവന്യൂ റിയലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ദ അഡീഷണൽ യൂണിറ്റ്. ഇനി മാർജിനൽ റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർജിനൽ കോസ്റ്റ് സഹിച്ചുകൊണ്ട് നമുക്ക് എന്താണോ മാർജിനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് വിറ്റ് കിട്ടുന്ന വരുമാനത്തിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഈ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വലായിട്ട് കാണാൻ പറ്റുന്നത്, അതായത് രണ്ട് കേവ്സും മാർജിനൽ കോസ്റ്റിംഗ് കേവും അതായത് മാർജിനൽ റവന്യൂ കേവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ക്വാണ്ടിറ്റിയും പ്രൈസും ഈക്വലായി കാണിക്കുന്ന ആ പോയിൻറ്റിനെയാണ് നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ദ ഔട്ട്പുട്ട് ഓഫ് എം സി പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് കേവ് മസ്റ്റ് കട്ട് MR കേവ് ഫ്രം ബിലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയം ലെവൽ കിട്ടണമെങ്കിൽ ഈ മാർജിനൽ കോസ്റ്റ് കേവ് മാർജിനൽ റവന്യൂവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരണം. എന്നിട്ടാണ് അത് അങ്ങനെയെങ്കിൽ മാത്രമാണ് MC കേവ് ഷുഡ് ഹാവ് പോസിറ്റീവ് സ്ലോപ്പ്. MC കേവിനൊരു പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ അത് എന്താണ് അപ്വേർഡ് ഡയറക്ഷനിൽ സ്ലോപ്പായി മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ നോക്കുക. ഫിഗർ 5B പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ Y ആക്സിസിൽ പ്രൈസ് പറയുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് X ആക്സിസിലും പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് നോക്കുക, പ്രൈസ് റിമെയിൻസ് ദ സെയിം അല്ലേ. ക്വാണ്ടിറ്റി 1ഉം ക്വാണ്ടിറ്റി 2ഉം ഡിമാൻഡ് ചെയ്യുമ്പോൾ സെയിം ആണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ മാർജിനൽ കോസ്റ്റ് കേവ് രണ്ടിനെയും ഇൻ്റർസെക്റ്റ് ചെയ്ത് മുകളിലേക്ക് നമ്മൾ വരച്ചിരിക്കുകയാണ് അല്ലേ. ആദ്യം താഴത്തേക്ക് വന്നു, എന്നിട്ട് വീണ്ടും പ്രൈസ് അതിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മാർജിനൽ കോസ്റ്റ് കേവ് പോവാണ്. ഇവിടെ ഈ പറഞ്ഞ മാർജിനൽ കോസ്റ്റ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് കിട്ടുന്ന പ്രൈസാണ് അല്ലേ. അപ്പോൾ റവന്യൂ ഈ കിട്ടുന്ന റവന്യൂവും അതേപോലെ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ക്വാണ്ടിറ്റി 1ന് A എന്നുള്ള ഇക്വിലിബ്രിയം, ക്വാണ്ടിറ്റി 2ന് B എന്ന ഇക്വിലിബ്രിയം ആയിട്ട് വരുന്നത്. കോസ്റ്റും റവന്യൂ ഈക്വൽ ആവുന്ന രണ്ട് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഫേമിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇൻഡസ്ട്രിയുടെ കേസസിലും ഇതേപോലെ തന്നെ ഡിമാൻഡ് സ്ലോപ്സ് ഡൗൺവേർഡ്, സപ്ലൈ കേവ് അപ്വേർഡായിട്ട് കാണിക്കുന്നു. രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എഫക്റ്റ് ഓഫ് ടൈപ്പ് അപ്പോൺ സപ്ലൈ. അപ്പോൾ ഇനി എന്താണ് സപ്ലൈ നടത്തുന്നതിൻ്റെ ടൈമിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? അക്കോർഡിംഗ് ടു മാർഷാൽ, ടൈം ഹാസ് ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്
ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ സമയത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ദ സപ്ലൈ ഡസ് നോട്ട് ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ചേഞ്ച് ഇൻ ഡിമാൻഡ്. സപ്ലൈ ഒരിക്കലും ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ആവില്ല. ഇറ്റ് ടേക്ക് സം ടൈം ടു ഗെറ്റ് ദ സപ്ലൈ അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച്. ഇപ്പോൾ ഡിമാൻഡിലേക്ക് നമുക്ക് മുട്ടിക്കാൻ എപ്പോഴും എന്ത് ചെയ്യണം, സപ്ലൈക്ക് കുറച്ച് സമയം വേണ്ടി വരും. കാരണം ഡിമാൻഡ് ഇത്ര ഉണ്ട് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ നമുക്ക് അത്രയും സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഡിമാൻഡിനനുസരിച്ച് വേണം നമുക്ക് സപ്ലൈ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിന് ടൈം എടുക്കും എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ആ ടെക്നിക്കൽ ആസ്പെക്റ്റ് തന്നെയാണ് ഇതിന് പിന്നിലുള്ള പിറകിലുള്ളൊരു കാര്യം. A certain amount of time will take to expand the size of organization of the firm to increase output. പറഞ്ഞു അല്ലേ, ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. Further, the cost of production, which is the basis of supply of product, also varies over time. അപ്പോൾ എന്താണ്, ഓരോ ടൈമിലും നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് ഒരേ സെയിം ആവില്ല. അത് വാരി ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. In short period, the cost of production will be higher because there is no enough time to change the scale of plant. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരും. അതേപോലെ ഇൻ ലോങ് ടൈം ആണെന്ന് വെച്ചാൽ നമുക്ക് മെല്ലെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനും പറ്റും. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്കെയിൽ ഓഫ് പ്ലാന്റ് എവറി ടൈം പ്ലാൻ ടു എനി എക്സ്റ്റെൻഡ് ഇറ്റ് വിഷസ്. അപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ സാധ്യമാവും. അപ്പോൾ അതാണ് പറയുന്നത്. പെട്ടെന്നാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് വേണ്ടി വരും. മെല്ലെ ആണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുത്ത് നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. മാർഷൽ കൺവിൻസ്ഡ് 4 ടൈം പീരീഡ്സ്. മാർഷൽ 4 പീരീഡ്സാണ് ഈ ടൈം പീരീഡിൻ്റെ കാര്യത്തിൽ പറയുന്നത്. നെയിംലി വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് വെരി ലോങ് പീരീഡ്. 4 പറയുന്നത്. ഓക്കെ. ഓർ സെക്യുലർ. ഈ ലോങ് പീരീഡിന് നമുക്ക് വേണമെങ്കിൽ സെക്യുലർ പീരീഡ് എന്നും, സെക്യുലർ പറഞ്ഞാൽ സേഫ്റ്റിയാണ്, സേഫായി നിൽക്കുന്ന പീരീഡാണ് ലോങ് പീരീഡ് എന്നും പറയാം. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് പീരീഡ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, എന്താ ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, വെരി ഷോർട്ട് പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ പറയുന്നുണ്ട് മാർക്കറ്റ് പീരീഡിനെ വെരി ഷോർട്ട് പീരീഡിനെ നമുക്ക് മാർക്കറ്റ് പീരീഡ് എന്ന് പറയാം. ലോങ് പീരീഡിനെ സെക്യുലർ പീരീഡ് എന്നും പറയാം കേട്ടോ. അപ്പോൾ മാർക്കറ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് മേ ബി എ ഡേ ഓർ വെരി ഫ്യൂ ഡേയ്സ്. അത് ഒരു ദിവസമാവാം, അല്ലെങ്കിൽ അല്ലേ ഒരു ഫ്യൂ ഡേയ്സ് ആവാം എന്നാണ് പറയുന്നത്. ഇവിടെ ഡിമാൻഡാണ് എപ്പോഴും സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുക. പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് മിൽക്ക്, ഫിഷ്, എഗ്ഗ്, ഫ്രൂട്ട്സ് എക്സെട്ര ഒക്കെ ഈ പറഞ്ഞ വെരി ഷോർട്ട് പീരീഡ് അല്ലെങ്കിൽ മാർക്കറ്റ് പീരീഡിൽ വരുന്ന പ്രോഡക്റ്റ്സ് ആണ് അല്ലേ. ദ എക്വിലിബ്രിയം പ്രൈസ് ഈസ് ദാറ്റ് പ്രൈസ് അറ്റ് വിച്ച് ദ എൻ്റയർ സപ്ലൈ ഈസ് സോൾഡ്. എല്ലാ സപ്ലൈയും കൂടിയിട്ട് എത്രയിൽ പോകുന്നുണ്ടോ അത് തന്നെയാണ് അതിൻ്റെ എക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇഫ് ദ ഡിമാൻഡ് ഈസ് ലോ, ദ പ്രൈസ് വിൽ ബി ലോ. ഡിമാൻഡ് ലോ ആയാൽ പ്രൈസും ലോ ആവും. ഷോർട്ട് പീരീഡ് എന്ന് എന്താ പറയുന്നത്, ഷോർട്ട് പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് കമോഡിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് പ്ലാന്റ് ഓർ മെഷീനറി. ഇവിടെ നമുക്ക് സപ്ലൈ കൂട്ടാം, പക്ഷേ എക്സിസ്റ്റിംഗ് പ്ലാന്റ് മെഷീനറി ഒന്നും കൂടുതൽ അഡീഷണൽ പർച്ചേസ് ചെയ്യുന്നൊന്നും വേണ്ട പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് ഹാസ് നോ ടൈം ടു ചേഞ്ച് സ്കെയിൽ ഓഫ് പ്ലാന്റ്. ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമൊന്നും ഇതിൽ കിട്ടില്ല. ഡിറ്റർമൈൻഡ് ബൈ സപ്ലൈ ടു സെർട്ടൻ എക്സ്റ്റെൻഡ് ആൻഡ് ഡിമാൻഡ്. ഇതിൽ ഡിമാൻഡിനെ സെർട്ടൻ എക്സ്റ്റെൻഡ് വരെ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. The price that determined in the short period is also known as short run normal price. അപ്പോൾ ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്നും ഈ പറഞ്ഞ ഷോർട്ട് പീരീഡിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് നമുക്ക് പറയാൻ പറ്റും, വേറൊരു പേരായിട്ട് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. ദെൻ ലോങ് പീരീഡിൽ എന്താ പറയുന്നത്, ലോങ് പീരീഡ് ഈസ് എ പീരീഡ് ഡ്യൂറിങ് വിച്ച് സഫീഷ്യൻറ്റ് ടൈം ഈസ് അവൈലബിൾ ടു ചേഞ്ച് ദ ഫിക്സഡ് ആസ് വെൽ ആസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുന്നൊരു ടൈമാണ് ഈ ലോങ് പീരീഡ് അല്ലേ. അപ്പോൾ ഈ ലോങ് പീരീഡ് എപ്പോഴും ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഈ പറഞ്ഞ പീരീഡ് എപ്പോഴും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. ദ പ്രൈസ് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ദ ലോങ് പീരീഡ് ഈസ് കോൾഡ് ലോങ് റൺ നോർമൽ പ്രൈസ്. അപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ പറയുന്ന പേര് ലോങ് റൺ നോർമൽ പ്രൈസ് എന്നാണ്. വെരി ലോങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, all the changes in demand and supply which require a long period of time, such as changes in the size of population, supplies, raw material, supply of capital, these are the structural changes. അപ്പോൾ ഒരുപാട് ടൈം കിട്ടും. വെരി ലോങ് പീരീഡാണ്. ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താൻ കഴിയും അല്ലേ. പോപ്പുലേഷൻ മാറ്റാൻ പറ്റും, സപ്ലൈ മെറ്റീരിയൽസിൻ്റെ സപ്ലൈയും അതേപോലെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ള ഓർഡർ ചെയ്തിട്ട് വരുത്താനും ഒക്കെ സമയം കിട്ടുന്നതാണ് വെരി ലോങ് പീരീഡ്. അപ്പോൾ എപ്പോഴും സപ്ലൈനെ നമ്മൾ ഈ പറഞ്ഞ ടൈം ഫാക്ടർ വളരെയധികം ബാധിക്കും. അത് ഈ ഷോർട്ട് പീരീഡ് ആവാം, വെരി ഷോർട്ട് പീരീഡ് ആവാം, ലോങ് പീരീഡ് ആവാം, വെരി ലോങ് പീരീഡ് ആവാം. 4 തരത്തിലും ടൈം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.